അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കൊണ്ട് കാപ്പിപ്പൊടി പോലെ പൊടിഞ്ഞ് തീരെ ദുർഗന്ധമില്ലാത്ത പോഷക ഗുണം ഏറെയുള്ള മണ്ണിര കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതാണ് ഇപ്പോൾ ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ്. ഇപ്പം ഫ്ലാറ്റിലുള്ളവർക്കും അതുപോലെ തന്നെ ക്വാർട്ടേഴ്സിലുള്ളവർക്കൊക്കെ അത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഇത് അല്ലെങ്കിൽ പിന്നെ നമുക്ക് മൺപാത്രം ഇതിന് വേണ്ടിയിട്ട് എടുക്കാം. അതിന് ശേഷം ഇതിൽ 2 ലെയർ നല്ല ചകിരി ഇതുപോലുള്ള ചകിരി നമ്മൾ 2 ലെയർ മലർത്തി എടുക്കണം. ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എയറേഷൻ കിട്ടുന്നതിനും അതുപോലെ തന്നെ കൂടുതലുള്ള വെള്ളം ആഗിരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചകിരി വെക്കുന്നത്. അപ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ചാണകപ്പൊടി മണ്ണിരക്ക് കഴിക്കാനുള്ള ഭക്ഷണമായിട്ടാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ പച്ച ചാണകം കൊടുത്താൽ മണ്ണിരയിൽ പെറ്റ് പെരുകാൻ വേഗമാണ്. പക്ഷേ അതിന് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നത് ഇതുപോലെയുള്ള സാധനങ്ങളാണ്. പിന്നെ നമ്മൾ ഓരോ ദിവസത്തെ വേസ്റ്റും നമുക്ക് മണ്ണിരട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ചാണകപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് കുറച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്ത് നിന്ന് മണ്ണിര വാങ്ങുകയാണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് മണ്ണിര കമ്പോസ്റ്റിന് അവിടുന്ന് തന്നെ കുറച്ച് മണ്ണിര കമ്പോസ്റ്റും കൂടി വാങ്ങണം. കാരണം പുതിയ സ്ഥലത്തിനോട് അവർ അതിനോടൊന്നുണ്ട് ഇണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് കമ്പോസ്റ്റും കൂടി അതിൻ്റെ കൂടെ വാങ്ങണമെന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മണ്ണിര വാങ്ങിച്ചിട്ടുള്ളത് പട്ടാമ്പി കാർഷിക RARS എന്നാണ്. ഈ റൈസ് റിസർച്ച് സ്റ്റേഷൻ KUവിൻ്റെ അവിടെ നിന്നാണ് മണ്ണിര വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ മണ്ണിര സാധാരണ ഇപ്പോൾ നമുക്ക് കിട്ടുക കിലോ കണക്കിനാണ് ഇവിടെ നിന്ന് അവർ കൊടുക്കുന്നത്. 1/2 കിലോ അല്ലെങ്കിൽ 3/4 കിലോ അല്ലെങ്കിൽ 1/4 കിലോ എന്നുള്ള തോതിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 3/4 കിലോ ആണ് മണ്ണിര വാങ്ങിയിട്ടുള്ളത്. ആ മണ്ണിര നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് വന്നിട്ട് നോക്കാം. മണ്ണിര കവറിലാണ് ഇപ്പോൾ അത് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ മണ്ണിര. ഇത് ആഫ്രിക്കൻ മണ്ണിരയാണ്. അതായത് യൂട്രില്ലസ് യൂജീനിയ എന്നുള്ള മണ്ണിരയാണിത്. അപ്പോൾ ഈ മണ്ണിരയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ജൈവ വസ്തുക്കൾ കമ്പോസ്റ്റ് ആക്കാനുള്ള കഴിവ് ഉള്ളതാണ്. ഇപ്പോൾ സാധാരണ നമ്മൾ മണ്ണിൽ കാണുന്ന മണ്ണിരയല്ല, ഇത് യൂട്രില്ലസ് യൂജീനിയ എന്നുള്ള ആഫ്രിക്കൻ മണ്ണിരയാണ്. ഇതാണ് നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് സാധാരണ ഈ ഒരു ഇതിൽ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 കിലോ മണ്ണിര മതി. പക്ഷേ എനിക്ക് വേറൊരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനൊരു 3/4 കിലോ മണ്ണിര വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കൂടുതൽ മണ്ണിരകളെ ഇതിൽ നിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുറച്ചും കൂടി മണ്ണിര കമ്പോസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ വംശവർദ്ധനവ് നടത്തി നമുക്ക് മണ്ണിരകൾ കൂടുതൽ ലഭ്യമാകും. പിന്നെ പുതിയ സാഹചര്യത്തോട് അവർ ഇണങ്ങിച്ചേരാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ നമ്മൾ ഈ മണ്ണിര ഇനിയിപ്പോൾ നമ്മൾ അന്നുള്ള വേസ്റ്റ്, ഈ പച്ചക്കറി വേസ്റ്റ് മറ്റ് വേസ്റ്റൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഈ ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മളൊന്ന് നനച്ച് കൊടുക്കണം എന്നുള്ള കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. അന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കണം. പിന്നെ ഈ പ്ലാസ്റ്റിക് പാത്രം അല്ലാതെ നമുക്ക് മൺപാത്രത്തിലും മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു മൺപാത്രമാണ്. ഞാൻ ചെടികൾക്കിടയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെയിൻ്റ് അടിച്ച് വെച്ചതായിരുന്നു. അതിൽ നിന്നൊന്നെടുത്തതാണ്. അപ്പോൾ അത് ഒരടിയിൽ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിൽ വെള്ളം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റാൻഡ് വെച്ചു. ആ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ നേരത്തെ മറ്റേൽ ചെയ്ത അതേപോലെ തന്നെയാണ് ഇതിൽ മണ്ണിര നിറച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചകിരി അടുക്കി, പിന്നെ നനച്ച് വെച്ചിട്ടുള്ള ചകിരി, കമ്പോസ്റ്റ് ചാണകപ്പൊടി, പിന്നെ മണ്ണിരയും കുറച്ച് കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ അന്നന്നത്തെ വേസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറുമ്പ് പൊടി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടിയിട്ട്
അതിൻ്റെ ചുറ്റും ഒന്ന് തൂവി കൊടുക്കണം. പിന്നെ എലികൾ ഇതൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അടപ്പുകൊണ്ട് ഞാൻ അടച്ചു വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റാണ്. പിന്നെ നമ്മൾ ആ പ്ലാസ്റ്റിക് പാത്രത്തിന് ഹോൾസ് ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇത് മറ്റൊരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ വാഴത്തടയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാഴക്കുല വെട്ടിയതിന് ശേഷമുള്ള വാഴ നമ്മൾ വെട്ടിയിട്ട് ഒരു 15 ദിവസമായി ചെറുതായിട്ട് കൂട്ടി വെക്കണം. അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പോയതിന് ശേഷം ഇതേ രൂപത്തിലാണ് വാഴത്തടയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പിന്നെ അന്നന്നത്തെ വേസ്റ്റ് നമ്മൾ പിന്നെ മണ്ണിര കമ്പോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചക്കറി വേസ്റ്റുകളും മറ്റ് വേസ്റ്റൊക്കെ. പിന്നെ ഇടയിൽ നമ്മൾ ഉണങ്ങിയ ഇലകളോ കടലാസ് കഷ്ണങ്ങളൊക്കെ ഇടുന്നത് നല്ലതാണ്, ഒരു എയറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ അധികം എരിവും പുളിയും പിന്നെ ഒന്നും നല്ലതല്ല. അതുപോലെ തന്നെ അറിയാതെ നമ്മൾ ഉപ്പോ അതുപോലെ തന്നെ വേറെ കീടനാശിനികളൊന്നും അതിലേക്ക് വീണ് പോകരുത്. ഇപ്പോൾ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നിറഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഇടുന്നത് നിർത്തുകയും പിന്നെ ഒരു ചണച്ചാക്കോ എന്തെങ്കിലും വെച്ചിട്ട് അത് അടച്ചു വെക്കുകയും വേണം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്കത് എടുക്കാം. ആ കമ്പോസ്റ്റ് നമുക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി അത് ഇളം വെയിൽ വെക്കുക. അപ്പോൾ ആ വിരകളൊക്കെ താഴേക്ക് പോകും. അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് മുകളിൽ നിന്നും വാരിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പിന്നെ ചാണകത്തേക്കാളൊക്കെ എത്രയും സമ്പുഷ്ടമായിട്ടുള്ള ഈ മണ്ണിര കമ്പോസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കുക. ചെടികൾക്കും സൂക്ഷ്മാണുക്കൾക്കും ഒക്കെ പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള പോഷക മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. എൻസൈമുകൾ, ആൻറ്റിബയോട്ടിക്കുകൾ, ഹോർമോണുകൾ, വൈറ്റമിനുകൾ എന്നിവ കൊണ്ട് സമൃദ്ധമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.